ഓം ശക്തി. നവഗ്രഹ ഉപാസന, അത് സൗര ഉപാസനയിൽ വരുന്നതാണ്. നവഗ്രഹ ഉപാസന, സൗരം. ഈ നവഗ്രഹങ്ങൾ ശരിക്കും നമ്മൾ ഉപാസനയുടെ ആ ഒരു ഇതിൽ പോകുമ്പോൾ ആദ്യം സൂര്യൻ, പിന്നെ ചൊവ്വ, പിന്നെ ശുക്രൻ, പിന്നെ സോമൻ, ബുധൻ, ബൃഹസ്പതി, ശനീശ്വരൻ, രാഹു, കേതു, അങ്ങനെയാണ് നമ്മളതിനെ നവഗ്രഹ പ്രതിഷ്ഠയിൽ നമ്മൾ ആ ക്രമം അതാണ്. നവഗ്രഹങ്ങൾ ഈ ലോകത്തെമ്പാടും ആരാധന ചെയ്യുന്നതാണ്. സനാതന ധർമ്മമാണ് ഈ ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്നത്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഉണ്ടാകുന്നത്, അത്രയേ ഉള്ളൂ എന്നുള്ളതിൻ്റെ ഒരു പ്രധാന തെളിവാണ് നവഗ്രഹ ആരാധന. സൂര്യൻ്റെ പ്രഭാവം ഏറ്റവും കൂടുതലുള്ള ദിവസം സൺസ് ഡേ, സൺഡേ. മൂണിൻ്റെ പ്രഭാവം ഏറ്റവും കൂടുതലുള്ള ദിവസം മൂൺസ് ഡേ, മൺഡേ. അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും 7 ഗ്രഹങ്ങൾക്കും 7 ദിവസങ്ങളെ വിഭാഗീകരിച്ച് കൊടുത്തിരിക്കുകയാണ്. അതിപ്പോൾ ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. സൺഡേക്കും സാറ്റർഡേക്കും ഇടയിൽ ഒരു ഗ്രഹം നമുക്കില്ല. അപ്പോൾ ഈ നവഗ്രഹങ്ങളുടെ ആ ഒരു ക്രമത്തിലാണ് ഈ ലോകത്തിൽ ദിവസങ്ങളുടെ ഗണന, കാലത്തിൻ്റെ ഗണന നടന്നു പോകുന്നത്. അപ്പോൾ നവഗ്രഹ ആരാധനയിലൂടെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന, അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മഫലമായിട്ടൊരു പ്രത്യേക നക്ഷത്രത്തിൽ വന്ന് ജനിക്കുന്നു. ആ നക്ഷത്രം പല ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ വരുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത് പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മമാണ്. മനുഷ്യനായിട്ട് ജനിക്കുന്നത് തന്നെ സത്കർമ്മജന്യം എന്നാണ് പറയുക. ഒരു മനുഷ്യ ശരീരം കിട്ടണമെങ്കിൽ സത്കർമ്മം ചെയ്തിട്ടുള്ളവർക്ക് മാത്രമാണ് ഒരു മനുഷ്യജന്മം ലഭിക്കുന്നത്. മനുഷ്യൻ്റെ സ്ഥൂല ശരീരത്തിൻ്റെ ആ നിർവചനം തന്നെ അതാണ്. പഞ്ചീകൃത പഞ്ചമഹാഭൂതീകൃതം സത്കർമ്മജന്യം സുഖദുഃഖാദിഭോഗായതനം അസ്തി ജായത്തെ വർദ്ധത്തെ വിപരിണമത്തെ അപക്ഷീയത്തെ വിനശ്യത്തെ ഷഡ്വികാരവേദ ഇത് സ്ഥൂല ശരീരം. അപ്പം സത്കർമ്മം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യജന്മം കിട്ടിയത്. അപ്പോൾ ആ കർമ്മങ്ങളുടെ ഫലമായിട്ട് അതാത് ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ അതാത് നക്ഷത്രങ്ങളുടെ ആ ഒരു രീതിയിൽ നമ്മൾ ഒരു മനുഷ്യനായിട്ട് ജനിക്കുന്നു. നമ്മൾ മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ നമുക്ക് വേണ്ട ആ തരത്തിലുള്ള ഒരു ജീവിതം നമ്മളല്ല തിരഞ്ഞെടുക്കുന്നത്, ഭഗവാനാണ്. വേഷമെനിക്കെന്തെന്നു വിധിപ്പതു വിഭോ ഭവച്ചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്വതു വിധേയൻ എൻ കൃത്യം. എനിക്കത്രേ ചെയ്യാനുള്ളൂ. വിശ്വപ്രിയമായിട്ട് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ള അനുഗ്രഹം എനിക്ക് വേണം. ഞാൻ എവിടെ ജനിക്കണം, ഏത് അമ്മയ്ക്ക് ജനിക്കണം, എപ്പോൾ ജനിക്കണം, എങ്ങനെ ജനിക്കണം, പരിപൂർണമായി ശരീരത്തോടുകൂടി ജനിക്കണോ അതോ പരിമിതമായിട്ടുള്ള അംഗങ്ങളോടുകൂടി ജനിക്കണോ, ഇതൊക്കെ നമ്മുടെ കർമ്മഫലമാണ്. ഇതെല്ലാം അനുസരിച്ച് അതാത് ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ നമ്മൾ ഭൂമിയിൽ പിറക്കുന്നു.